ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ ഓരോരുത്തരെയും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു, മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു, ജീവിതത്തിൽ ബലവും കരുത്തും തരുന്നു. ഈ അനുഭവം വിശുദ്ധ പൗലോസ്ലീഹ സ്വന്തമാക്കിയപ്പോൾ ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് പൗലോസ്ലീഹ ഇങ്ങനെ രേഖപ്പെടുത്തി. റോമാലേഖനം 8-ാം അധ്യായം 35-ാം തിരുവചനം, 35, 38, 39 തിരുവചനങ്ങൾ പറയും, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപെടുത്തും? ദുഃഖമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഈ ലോകത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കൊന്നിനും ഞാൻ അറിഞ്ഞ, അനുഭവിച്ച, സ്വന്തമാക്കിയ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനായിട്ട് സാധിക്കില്ല എന്ന് എനിക്കുറപ്പുണ്ട്. ഞാനും നിങ്ങളും കർത്താവിൻ്റെ വചനം പറഞ്ഞു തരുന്ന ഈ ഉറപ്പിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ആനന്ദവും സന്തോഷവും സമാധാനമുള്ളതായി മാറുന്നത്. ഒരു ഭാര്യ എപ്പോഴും മനസ്സിലാക്കണം, ഭർത്താവ് എനിക്കെന്തോരം സ്നേഹം തരുന്നു, ആ സ്നേഹം കൊണ്ട് മാത്രം എൻ്റെ മനസ്സിനെ നിറച്ച് സന്തോഷത്തിലേക്ക് നയിക്കാൻ പറ്റിയില്ല. കാരണം ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്നേഹത്തിന്, അംഗീകാരത്തിന്, പ്രോത്സാഹനത്തിന്, അഭിനന്ദനത്തിന്, നല്ല വാക്കുകൾക്ക് ഒത്തിരിയേറെ പരിമിതികളുണ്ട്. അപ്പോൾ ഭർത്താവിൽ നിന്നും എനിക്ക് കിട്ടുന്ന സ്നേഹം പരിമിതിയുള്ള സ്നേഹമാണ്, ഭാര്യയിൽ നിന്നും എനിക്ക് കിട്ടുന്ന സ്നേഹം പരിമിതിയുള്ള സ്നേഹമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പരിമിതിയുള്ള സ്നേഹത്തെ പരിമിതിക്ക് ഇല്ലാത്ത സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്? അതിന് ഭർത്താവ് ഇന്ന് എനിക്ക് 60% സ്നേഹം തന്നാൽ ഈ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട 40 കുറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യണം? ഈ 60 ഭർത്താവിൽ നിന്ന് സ്വീകരിച്ചിട്ട് കുറയുന്ന 40 ഭർത്താവിന് തന്ന കർത്താവ് തരും. അപ്പോൾ ഭർത്താവിനെ തന്ന കർത്താവ് തരും എന്ന് തിരിച്ചറിഞ്ഞ് ആ ഓരോ ദിവസവും കുറഞ്ഞു പോകുന്നത് എത്രയാണോ, ആ കുറഞ്ഞു പോകുന്നതിനെ തരാൻ കഴിവുള്ള കർത്താവിൽ നിന്ന് സ്വീകരിക്കുമ്പോഴാണ് എപ്പോഴും മനസ്സ് 100% സ്നേഹത്തിലേക്ക് വരുന്നത്. ഞാൻ അപ്പനിൽ നിന്ന് ആഗ്രഹിച്ചു 50 കിട്ടി, ബാക്കി 50 അപ്പനെ തന്ന കർത്താവ് തരും. അമ്മയിൽ നിന്ന് ആഗ്രഹിച്ചു 60 കിട്ടി, കുറഞ്ഞു പോകുന്ന 40 ഈ കർത്താവ് തരും. ഇങ്ങനെ നമ്മൾ മനുഷ്യ വ്യക്തിയിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് ആഗ്രഹിച്ചതുപോലെ കിട്ടാതെ കുറഞ്ഞു പോകുന്നത് മുഴുവൻ ഈ മനുഷ്യ വ്യക്തികളെ എനിക്ക് തന്ന എൻ്റെ കർത്താവ് എനിക്ക് തരും എന്ന ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മനസ്സെന്നും സ്നേഹത്തിൻ്റെ നിറവ് അനുഭവിച്ച് ജീവിക്കാൻ പറ്റുന്നത്. ഈ സ്നേഹത്തിൻ്റെ നിറവ് അനുഭവിച്ച് ജീവിക്കുന്ന മനസ്സ് എപ്പോഴും ആനന്ദമുള്ള മനസ്സായിരിക്കും. ഈ ആനന്ദമുള്ള മനസ്സിനാണ് ആനന്ദമുള്ള പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ എല്ലാ ദിവസത്തെ ജീവിതം സന്തോഷപ്രദമായി തീരണം, ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും നിങ്ങൾ സന്തോഷിക്കും. അപ്പോൾ നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. എന്താ അതിൻ്റെ കാരണം? മനുഷ്യ വ്യക്തികളിൽ നിന്ന് കുറഞ്ഞു പോകുന്നത് മുഴുവൻ മനുഷ്യ വ്യക്തികൾക്ക് തരാൻ, കുറവ് കൂടാതെ നിറയ്ക്കാൻ, അതിനാണ് ഈശോ മനുഷ്യനായത്. അപ്പം മനുഷ്യനായ യേശുവിന് മനുഷ്യർ തരാത്തത് മുഴുവൻ, മനുഷ്യർ തരുന്നതിൽ കുറഞ്ഞു പോകുന്നത് മുഴുവൻ തരാൻ സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ സ്വീകരിച്ച് അതുകൊണ്ട് നിറയ്ക്കുമ്പോഴാണ് നമ്മുടെ മനസ്സെന്നും ആനന്ദമുള്ള മനസ്സായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈ അനുഭവത്തെ സ്വന്തമാക്കിയ സങ്കീർത്തകൻ ഈ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയണത്. 34-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം തിരുവചനം, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിയുവിൻ. അപ്പം എൻ്റെ അനുദിന ജീവിതത്തിൽ എനിക്ക് ഇത് രുചിച്ചറിയാൻ സാധിക്കണം. ഇങ്ങനെ ഞാൻ അനുദിന ജീവിതത്തിൽ അതിനെ രുചിച്ചറിയാൻ തക്ക വിധത്തിൽ എൻ്റെ മനസ്സിനെ തുറക്കുമ്പോഴാണ് എൻ്റെ മനസ്സ് ആനന്ദമുള്ള മനസ്സാകുന്നത്. എൻ്റെ മനസ്സ് ആനന്ദമുള്ള മനസ്സാകുമ്പോഴാണ് ആ മനസ്സ് ആരോഗ്യമുള്ളതായി മാറുന്നത്. അങ്ങനെ ആരോഗ്യമുള്ള മനസ്സാകുമ്പോഴാണ് ശരീരത്തിന് ആരോഗ്യം ലഭിക്കുന്നത്, ജീവിതത്തിന് ആരോഗ്യം ലഭിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആരോഗ്യത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ചരിത്രപ്രസിദ്ധമായൊരു വചനമുണ്ട്.
അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 15 തിരുവചനം. അമ്മ മറന്നാലും ഞാൻ മറക്കുകയില്ല. അമ്മ എന്ന് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ വെറും ഒരമ്മയായി മാത്രം കാണരുത്, മറിച്ച് ലോകത്തിലുള്ള സകല മനുഷ്യ വ്യക്തികളുടെയും പ്രതിനിധിയായിട്ടാണ് ബൈബിളിൽ ആ അമ്മ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാനുഷിക ബന്ധങ്ങളിൽ മറ്റെല്ലാ ബന്ധങ്ങളെയും വെച്ച് നോക്കുമ്പോൾ സ്വാർത്ഥത ഏറ്റവും കുറവുള്ള ഒരു ബന്ധം അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ബന്ധമാണ്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, കുഞ്ഞുങ്ങളെ നൊന്ത് പ്രസവിച്ച അമ്മ കുഞ്ഞിനെ കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞു കളയുന്ന, ഉപേക്ഷിക്കുന്ന, അപ്പോൾ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന, കൊല്ലുന്ന അമ്മമാരുടെ എണ്ണം ഏറി വരികയാണ്. ഇവിടെ കർത്താവ് പറയുന്നു, ഈ ഭൂമിയിലെ ഏത് മനുഷ്യ വ്യക്തി നിനക്ക് സ്നേഹം തരാൻ മറന്നാലും, അംഗീകാരം തരാൻ മറന്നാലും, പ്രോത്സാഹനം തരാൻ മറന്നാലും ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വരണം. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴാണ് ഏതെല്ലാം മനുഷ്യ വ്യക്തികൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും അവരെന്നെ സ്നേഹിച്ചില്ലല്ലോ എന്നോർത്തുള്ള വേദനയും നൊമ്പരവും എൻ്റെ ഉള്ളിൽ ഉണ്ടാകാതെ, മനുഷ്യ വ്യക്തികളിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോകുന്നത് മുഴുവൻ, കുറഞ്ഞു പോകുന്നത് മുഴുവൻ എൻ്റെ ദൈവം എനിക്ക് തരും എന്ന ബോധ്യത്തിലേക്ക് വന്ന് ആ ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ.